പെട്രോളിൽ എത്തനോൾ കലർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ വീണ്ടും വിമർശനം ശക്തമാകുകയാണ്. ഇത്തവണ ശ്രദ്ധ നേടുന്നത് മുമ്പ് ബി.ജെ.പിയുടെ ഭാഗമായിരുന്ന ഒരു മുൻ നേതാവിന്റെ പ്രതികരണമാണ്. വെറും 12,000 കിലോമീറ്റർ മാത്രം ഓടിയ പുതിയ വാഹനത്തിന് ഗുരുതര തകരാർ സംഭവിച്ചെന്നും വാറണ്ടി ഉണ്ടായിരുന്നിട്ടും സർവീസ് സെന്റർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. എത്തനോൾ കലർന്ന പെട്രോൾ കാരണം എഞ്ചിൻ, ഇന്ധന ടാങ്ക്, ഫ്യൂവൽ ഇഞ്ചക്ടർ തുടങ്ങി നിരവധി ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാമെന്നും വരും കാലത്ത് കോടിക്കണക്കിന് വാഹന ഉടമകൾ സമാന പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എത്തനോൾ നയം രാജ്യത്തിന്റെ ഭാവിക്കാണെന്ന് വാദിച്ച് ജനങ്ങളോട് നിരന്തരം പ്രസംഗിക്കുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സ്വന്തം മക്കൾ തന്നെ എത്തനോൾ ഉൽപാദന രംഗത്തെ കമ്പനികളായ സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ്, മാനസ് അഗ്രോ ഇൻഡസ്ട്രീസ് എന്നിവ നടത്തുന്നതാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. എത്തനോൾ നയത്തിന് പിന്നിൽ രാജ്യ താല്പര്യമാണോ അതോ കുടുംബത്തിന്റെ ബിസിനസ് താല്പര്യമാണോ? പൊതുജനങ്ങൾ ഇതിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ നിതിൻ ഗഡ്കരിയുടെ മറുപടി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നത് രാജ്യദ്രോഹികളാണെന്നാണ്. ഇത് ജനങ്ങളുടെ വാഹനങ്ങളും പണവും സുരക്ഷയും സംബന്ധിച്ച വിഷയമാണ്. അതിനാൽ എത്തനോൾ നയം സുരക്ഷിതമാണെന്ന് ആവർത്തിക്കുന്നതിന് പകരം ഉയരുന്ന ആശങ്കകൾക്ക് വ്യക്തമായ തെളിവുകളോടെയും ഉത്തരവാദിത്തത്തോടെയും മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ മാത്രം ബാധ്യതയാണ്.